ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവവചനവുമായി ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ദൈവം ചൊരിഞ്ഞ വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വചനഘോഷണത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 145 സങ്കീർത്തനം 7 വാക്യമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. നമ്മുടെ ദൈവം നന്മയുടെ ഉറവിടമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ മാഹാത്മ്യമോ ഗുണവിശേഷങ്ങളോ അളക്കുവാൻ സാധ്യമല്ല. ദാവീദ് പലപ്പോഴും ദൈവത്തിന്റെ അളവറ്റ നന്മയെ സങ്കീർത്തനങ്ങളിൽ കൂടി പ്രസിദ്ധമാക്കുന്നു. ഈ സങ്കീർത്തനം ദിവസം 3 പ്രാവശ്യം ചൊല്ലുന്നവൻ വരുവാനുള്ള ലോകത്തിൽ ഭാഗ്യവാനായിരിക്കുമെന്ന് എബ്രായ എഴുത്തുകാർ വിശ്വസിച്ചിരുന്നു. ഇവിടെ പറയുന്നത് അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. കാൽവറിയിൽ പ്രദർശിപ്പിച്ച വീണ്ടെടുപ്പിന്റെ വേലയാണിത്. പാപികളായി നമുക്ക് വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം പൂണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയിൽ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത ആ വേല ദൈവപുത്രൻ നമ്മോട് ചെയ്ത നന്മ. അതിന്റെ ഓർമ്മ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ എന്നും പച്ച പിടിച്ചു നിൽക്കണം. ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുന്നവർക്ക് ദൈവത്തെ മറക്കുവാൻ സാധ്യമല്ല. പ്രതിസന്ധികളുടെ നടുവിലുള്ള ദൈവ കരുതലിനെ ഓർത്ത് ദാവീദ് 116 സങ്കീർത്തനം 8 പറയുന്നു: നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഒരു ഉടഞ്ഞ പാത്രം പോലെ തകർന്നടിഞ്ഞ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് 31 സങ്കീർത്തനം ദാവീദ് രചിക്കുന്നത്. ജീവിതത്തിലെ ഏകാന്തതയുടെ വേളയിലും അവഗണനയുടെ വേളയിലും തനിക്ക് വേണ്ടി നന്മ ഒരുക്കി കാത്തിരിക്കുന്നവനാണ് ദൈവമെന്ന് ദാവീദ് പരിപൂർണമായി വിശ്വസിച്ചു. 31 സങ്കീർത്തനം 19 വാക്യം: നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയത്. ദുഃഖത്തിന്റെ നടുവിൽ എത്ര സന്തോഷകരമായ ഒരു വചനമാണിത്. വിശ്വാസ ജീവിതം അതിശയകരമായ ജീവിതമാണ്. അവന്റെ നന്മയെ അളക്കാൻ തക്കതായ ഒരു അളവുപോലും നമ്മുടെ കയ്യിലില്ല. അതിന്റെ വ്യാപ്തി അനുഭവിച്ചറിയുക മാത്രമാണ് അഭികാമ്യം. സങ്കീർത്തനക്കാരൻ നന്മയെ ഇവിടെ 2ആയി വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്റെ ഭണ്ഡാരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. രണ്ടാമത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ കാണുക നീ പ്രവർത്തിച്ചതുമായ നന്മ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കത്തക്കവണ്ണം എത്ര അധികമായിട്ടാണ് നമുക്ക് ദൈവം നന്മ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ? നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കാം. ജീവിതത്തിൽ നാം എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു വിചിന്തനത്തിന്റെ അവസരമാകട്ടെ ഇത്. ദാവീദ് വീണ്ടും പറയുന്നു 23 സങ്കീർത്തനം 6 വാക്യം: നന്മയും കരുണയും എന്റെ ആയുഷ്കാലവും ഒക്കെ എന്നെ പിന്തുടരും. ജീവിതത്തിന്റെ സന്തോഷകാലത്തും സന്താപകാലത്തും നന്മ നമ്മുടെ ആവശ്യങ്ങളിൽ നിർവഹിക്കുന്നു. ദൈവ കൃപയുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് കുറച്ചു കാലത്തേക്കുള്ള നന്മയല്ല. ഈ നന്മ നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഈ ജീവിതാന്ത്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം നന്മ മാത്രമാണ്. വിലാപങ്ങൾ 3:23 പറയുന്നത് അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് 13:16 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുക എന്ന വലിയ ബലിയർപ്പണം മറക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ മുറിക്കപ്പെടുന്ന അനുഭവമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. നന്മ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. 16 സങ്കീർത്തനം 2 വാക്യം: ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നിഷ്പ്രയോജനമായും നിസ്സംഗതയോടെയും നിഷ്ക്രിയരായും കഴിവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കർമ്മനിരതരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവിക നന്മകൾ അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു.
നമ്മുടെ ശൈശവത്തെയും ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും വാർദ്ധക്യത്തെയും നമ്മെ നന്മ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ജീവനുള്ള കാലമൊക്കെയും ഈ നന്മയെ പ്രസിദ്ധമാക്കി ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.